മുഴുവൻ സഖാക്കളും ബാനറിന്റെ പുറകുവശത്തേക്ക് പോകണമെന്ന് അറിയിക്കുകയാണ്. ബാനറിന്റെ മുൻവശത്ത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഖാവ് റിയാസ് ഖാൻ, സഖാവ് വി വസീഫ്, സഖാവ് സനോജ്, ഈ 3 സഖാക്കൾ ഒഴികെ ഒരു സഖാക്കളും ബാനറിന്റെ മുൻഭാഗത്ത് ഉണ്ടാകരുത്. നിയന്ത്രിക്കാനായി ഒരു സഖാക്കളും ബാനറിന്റെ മുൻഭാഗത്ത് ആവശ്യമില്ല. എല്ലാവരും പുറകോട്ട് പോകണം. ബാനറിന് മുൻവശത്തുള്ള മുഴുവൻ ആളുകളും, ഒരാൾ പോലും ഇല്ലാതെ മുഴുവൻ ആളുകളും ബാനറിന് പിറകുവശത്തേക്ക് പോകണം. നമ്മുടെ നൈറ്റ് മാർച്ച് ആരംഭിക്കുകയാണ്. ബാനറിന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ്, മലപ്പുറം ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി സഖാവ് വി വസീഫ്, കേരള പൊതുമരാമത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. 3 സഖാക്കളൊഴികെ ബാക്കി മുഴുവൻ സഖാക്കളും ബാനറിന്റെ പിന്നിൽ മാത്രമായി അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിയന്ത്രിക്കാൻ വേണ്ടി ഒരു സഖാക്കളും മുന്നിലേക്ക് കടന്നു വരേണ്ടതില്ല. മുഴുവൻ സഖാക്കളും ബാനറിന് പിന്നിലായി മാത്രം അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റോഡ് സൈഡുകളിൽ നിൽക്കുന്ന മുഴുവൻ സഖാക്കളും ബാനറിന്റെ പിന്നിലേക്ക് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ നൈറ്റ് മാർച്ച് ആരംഭിച്ചിട്ടുണ്ട്. റോഡ് സൈഡുകളിൽ നിൽക്കുന്ന മുഴുവൻ സഖാക്കളും ബാനറിന് പിന്നിലായി അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബാനറിന്റെ മുൻവശത്ത് കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി സഖാവ് പി എ മുഹമ്മദ് റിയാസ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ്, മലപ്പുറം ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി സഖാവ് വി വസീഫ് തുടങ്ങിയ സഖാക്കളല്ലാതെ ഒരു സഖാക്കളും ബാനറിന് മുൻവശത്തുണ്ടാവാൻ പാടില്ല. മുഴുവൻ സഖാക്കളും ബാനറിന് പിന്നിലേക്ക് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റോഡ് സൈഡിൽ നിൽക്കുന്ന മുഴുവൻ സഖാക്കളും ബാനറിന് പിന്നിലേക്ക് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബാനർ മുന്നിലേക്ക് കടന്നു വരുന്ന മുഴുവൻ സഖാക്കളും ബാനറിന്റെ പിന്നിലുമായി മാത്രം അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റോഡ് സൈഡിൽ നിൽക്കുന്ന മുഴുവൻ സഖാക്കളും ബാനറിന്റെ പിന്നിലായി അണിനിരക്കുക. നമ്മുടെ നൈറ്റ് മാർച്ച് ആരംഭിക്കുകയാണ്. മുഴുവൻ സഖാക്കളും ബാനറിന് പിന്നിലായി അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ നിന്നും മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് LDYF സംഘടിപ്പിക്കുന്ന പ്രൗഢോജ്വലമായ നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് കൊണ്ടോട്ട് നഗരത്തിലൂടെ കടന്നു വരുന്നത്. ആശീർവദിക്കുക, പ്രിയമുള്ളവരെ, അണിനിരക്കുക. നൈറ്റ് മാർച്ച് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു സഖാക്കളും മുന്നിലേക്ക് കടന്നു വരേണ്ടതില്ല. മുഴുവൻ സഖാക്കളും ബാനറിന് പിന്നിലായി മാത്രം അണിനിരക്കുക. ഇന്ത്യൻ ജനതയെ പൗരത്വത്തിന്റെ പേരിൽ, മതാടിസ്ഥാനത്തിന്റെ പേരിൽ പൗരത്വം നിശ്ചയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നെറുകേടുകൾക്കെതിരെ LDYF സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് കടന്നു വരികയാണ്. കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി സഖാവ് പി എ മുഹമ്മദ് റിയാസ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും മലപ്പുറം ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി സഖാവ് വി വസീഫ് തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകിക്കൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ ഉച്ചൈശ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ആശീർവദിക്കുക, പ്രിയമുള്ളവരെ, അണിനിരക്കുക. ഇന്ത്യയുടെ മഹത്തരമായ മതനിരപേക്ഷ പൈതൃകങ്ങൾക്ക് മേൽ വർഗീയതയ്ക്ക് നേതൃത്വം നൽകി ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ പൗരത്വത്തെ പോലും മതാടിസ്ഥാനത്തിൽ നിർവഹിക്കാനൊരുങ്ങുന്ന മോദി ഭരണം കൊണ്ട് അനീതിയുടെ വിളഭൂമിയായി മാറ്റുന്ന ഇന്ത്യയുടെ മണ്ണിൽ ജനങ്ങൾക്കിടയിൽ വർഗീയ ഭ്രാന്ത് പരത്തി അധികാര കസേരയിറപ്പിക്കാൻ വീണ്ടും വെമ്പൽ കൊള്ളുന്ന നെറുകേട് രാഷ്ട്രീയത്തിനെതിരെ മോദി ഗവൺമെന്റിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ നിന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് LDYF സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി സഖാവ് പി എ മുഹമ്മദ് റിയാസ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും മലപ്പുറം ലോക്സഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയുമായ സഖാവ് വി വസീഫ് നേതൃത്വം നൽകിക്കൊണ്ട് കടന്നു വരികയാണ്. ആശീർവദിക്കുക, പ്രിയമുള്ളവരെ, അണിനിരക്കുക. ഈ മണ്ണിൽ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ജൈനനും പാഴ്സിയും
ബുദ്ധനും മതമുള്ളവരും മതമില്ലാത്തവരും ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യ എന്ന മണ്ണിൽ കാവ്യരാഷ്ട്രീയം കൊണ്ട് വർഗീയതയുടെ പേരിൽ ജനങ്ങളെ പൗരത്വം പോലും മതാടിസ്ഥാനത്തിൽ നിർവഹിക്കാൻ ശ്രമിക്കുന്ന മോദി ഗവൺമെന്റിന്റെ തിട്ടൂരങ്ങൾക്കെതിരിൽ LDYF സംഘടിപ്പിക്കുന്ന പ്രൗഢോജ്വലമായിട്ടുള്ള നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് കൊണ്ടോട്ടി നഗരത്തിലൂടെ കടന്നു വരുന്നത്. ആശ്രവദിക്കുക, പ്രിയമുള്ളവരെ അണിതിരക്കുക. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജ്, കേരള ടൂറിസം വകുപ്പ്, കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി സഖാവ് PA മുഹമ്മദ് റിയാസ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ്, മലപ്പുറം ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി സഖാവ് V വസീഫ് നേതൃത്വം നൽകിക്കൊണ്ടുള്ള LDYFന്റെ നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് പിന്നിട്ട വടികാരങ്ങളിൽ നിന്ന് വർഗീയ കോമരങ്ങൾക്ക് താക്കീതിന്റെ കൊടുങ്കാറ്റുകൾക്ക് പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ ശേഷം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ആശ്രവദിക്കുക, പ്രിയമുള്ളവരെ അണിനിരക്കുക. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദര പോലെ വാഴുന്ന മാതൃകാ സ്ഥാനമാണെന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശമേറ്റ മലയാളമെന്ന് മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പ് പാടിയ മഹാകവി കുമാരനാശാന്റെ കാവ്യശലകങ്ങൾ അലകിടിച്ചുയർന്ന മലയാളനാട്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്നരംഗം, കേരളമെന്ന് കേട്ടാൽ തുലക്കണം ചോര ഞരമ്പുകളിൽ നിന്ന് അറുത്തുപാടിയ മഹാകവി വെള്ളത്തോളിന്റെ മലയാളമുണ്ട്. ഈ മണ്ണിൽ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ജൈനനും പാഴ്സിയും ബുദ്ധനും മതമുള്ളവനും മതമില്ലാത്തവനും ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഈ മണ്ണിലേക്ക് കാവ്യരാഷ്ട്രീയത്തിന്റെ വർഗീയ വാന്തവാദി കൊണ്ട് മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാര രാഷ്ട്രീയത്തിന് നരേന്ദ്രമോദി ഭരണത്തിനെതിരെ താക്കീതിന്റെ സ്വരമുയർത്തി പിടിച്ചുകൊണ്ട് കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഖാവ് PA മുഹമ്മദ് റിയാസ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും മലപ്പുറം ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി സഖാവ് V വസീഫും നേതൃത്വം നൽകിക്കൊണ്ടുള്ള പ്രൗഢോജ്വലമായ നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് കടന്നു വരുന്നത്. ആശ്രവദിക്കുക, പ്രിയമുള്ളവരെ അണിനിരക്കുക. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സിഖും പാഴ്സിയും ബുദ്ധനും ജൈനനും മതമുള്ളവനും മതമില്ലാത്തവനും ഒരുപോലെ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ വർഗീയത പടർത്തിക്കൊണ്ട് ജനങ്ങളുടെ പൗരത്വത്തെ പോലും മതാടിസ്ഥാനത്തിൽ നിർണ്ണയിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാര രാഷ്ട്രീയത്തിനെതിൽ താക്കീതിന്റെ സ്വരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് LDYF സംഘടിപ്പിക്കുന്ന പ്രൗഢോജ്വലമായിട്ടുള്ള നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ നിന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് LDYFന്റെ നേതൃത്വത്തിൽ സഖാവ് VK സനോജ്, സഖാവ് PA മുഹമ്മദ് റിയാസ്, സഖാവ് V വസീഫ് നേതൃത്വം നൽകിക്കൊണ്ടുള്ള LDYFന്റെ നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് കടന്നു വരികയാണ്. ആശ്രവദിക്കുക, പ്രിയമുള്ളവരെ അണിനിരക്കുക. ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ ഒരൊറ്റ ജനതയായി പൂർവികർ നേടിയെടുത്ത സ്വാതന്ത്ര്യവും മതനിരപേക്ഷ മൂല്യങ്ങളും ഇന്ത്യൻ ഭരണഘടനയെ തന്നെ പോലും വികൃതമാക്കിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാര മോദി ഭരണത്തിന്റെ താക്കീതിന്റെ സ്വരം ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ മലയാളത്തിന്റെ മണ്ണില് വർഗീയതക്കെതിരെ, ഈ മലയാളത്തിന്റെ മണ്ണിൽ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സ്ഥാനമെന്ന് അറബിക്കടലിലാണ് ഉച്ചീശ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് ആലിമുസ്ലിയാരുടെയും ഭാര്യയും കുടുംബത്തിന്റെയും മണ്ണിലൂടെ വാര്യംകുടത്തിന്റെയും പാദസ്പർശമേറ്റ മണ്ണിലൂടെ കടന്നു വരികയാണ്. ആശ്രവദിക്കുക, പ്രിയമുള്ളവരെ അണിനിരക്കുക. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് LDYFന്റെ നേതൃത്വത്തിൽ കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി സഖാവ് PA മുഹമ്മദ് റിയാസ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും മലപ്പുറം ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയുമായ സഖാവ് V വസീഫ് നേതൃത്വം നൽകിക്കൊണ്ടുള്ള നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് പിന്നിട്ട് വഴിയോരങ്ങളിൽ നിന്ന് ഹർഷാരങ്ങളിലേക്ക് വാങ്ങിക്കൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് കടന്നു വരികയാണ്. ആശ്രവദിക്കുക, പ്രിയമുള്ളവരെ അണിനിരക്കുക. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ നിന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് കടന്നു വരികയാണ്. വർഗീയ കോമരങ്ങൾക്ക് ഈ മണ്ണിൽ ഇടമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് കടന്നു വരികയാണ്. ആശ്രവദിക്കുക, പ്രിയമുള്ളവരെ അണിനിരക്കുക. ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ ഒരൊറ്റ ജനതയായി
മൃതദേഹം അറബിക്കടലിലേക്ക് വലിച്ചെറിയാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, നൈറ്റ് മാർച്ച് സിന്ദാബാദ്, നൈറ്റ് മാർച്ച് സിന്ദാബാദ്. ഭാരത മണ്ണിൽ വേണ്ടേ വേണ്ട, ഭാരത മണ്ണിൽ വേണ്ടേ വേണ്ട, കരി നിയമങ്ങൾ തുലയട്ടെ, കരി നിയമങ്ങൾ തുലയട്ടെ. ഈ ജ്വാല തീജ്വാല, ഈ ജ്വാല തീജ്വാല, ആളിപ്പടരും തീജ്വാല, ആളിപ്പടരും തീജ്വാല, നീളപ്പടരും തീജ്വാല, നീളപ്പടരും തീജ്വാല. പ്രതിഷേധത്തിൻ തീജ്വാലകളിൽ, പ്രതിഷേധത്തിൻ തീജ്വാലകളിൽ മോഡി സർക്കാർ തുലയട്ടെ, മോഡി സർക്കാർ തുലയട്ടെ. പൗരത്വം അറബിക്കടലിൽ, പൗരത്വം അറബിക്കടലിൽ വർഗീയ സർക്കാർ തുലയട്ടെ, വർഗീയ സർക്കാർ തുലയട്ടെ. പൗരത്വം അറബിക്കടലിൽ, പൗരത്വം അറബിക്കടലിൽ. കർഷകരെ തൊഴിലാളികളെ, കർഷകരെ തൊഴിലാളികളെ, അധ്യാപകരെ വിദ്യാർത്ഥികളെ, അധ്യാപകരെ വിദ്യാർത്ഥികളെ, യുവതികളെ യുവാക്കളെ, യുവതികളെ യുവാക്കളെ, വ്യാപാരികളെ വ്യവസായികളെ, വ്യാപാരികളെ വ്യവസായികളെ. പൗരത്വ ബില്ല് അറബിക്കടലിൽ, പൗരത്വ ബില്ല് അറബിക്കടലിൽ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. പ്രതിഷേധങ്ങൾ കത്തട്ടെ, പ്രതിഷേധങ്ങൾ കത്തട്ടെ, ആളിക്കത്തി പടരട്ടെ, ആളിക്കത്തി പടരട്ടെ. നരേന്ദ്രമോദി കേട്ടോളൂ, നരേന്ദ്രമോദി കേട്ടോളൂ, അമിത്ഷായും കേട്ടോളൂ, അമിത്ഷായും കേട്ടോളൂ. പൗരത്വ ബില്ല് അറബിക്കടലിൽ, പൗരത്വ ബില്ല് അറബിക്കടലിൽ. ഓർത്തു കളിച്ചോ സൂക്ഷിച്ചോ, ഓർത്തു കളിച്ചോ സൂക്ഷിച്ചോ. നൈറ്റ് മാർച്ച് സിന്ദാബാദ്, നൈറ്റ് മാർച്ച് സിന്ദാബാദ്. ജർമ്മൻ നാസി തടവറയിൽ, ജർമ്മൻ നാസി തടവറയിൽ ബന്ധുമരിച്ച ആയിരങ്ങൾ. ഞങ്ങൾക്കിവിടെ ജീവിക്കണം, ഞങ്ങൾക്കിവിടെ ജീവിക്കണം, പിറന്ന മണ്ണിൽ ജീവിക്കണം, പിറന്ന മണ്ണിൽ ജീവിക്കണം. ഇന്ത്യൻ ജനത പറയുന്നു, ഇന്ത്യൻ ജനത പറയുന്നു. പൗരത്വ ബില്ല് അറബിക്കടലിൽ, പൗരത്വ ബില്ല് അറബിക്കടലിൽ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. പരദേശികളുടെ ചെരുപ്പ് നക്കിയ, പരദേശികളുടെ ചെരുപ്പ് നക്കിയ ചൂദാസുകളെ കേട്ടോളൂ, ചൂദാസുകളെ കേട്ടോളൂ. RSS കേട്ടോളൂ, RSS കേട്ടോളൂ. പൗരത്വ ബില്ല് അറബിക്കടലിൽ, പൗരത്വ ബില്ല് അറബിക്കടലിൽ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ജനിച്ച മണ്ണിൽ ജീവിക്കാൻ,
മുസ്ലിമെങ്കിൽ വിലക്കാണോ? RSSന് വിലക്കുണ്ടോ? RSSന് വിലക്കുണ്ടോ? പൗരത്വ ബില്ല് അറബിക്കടലിൽ, പൗരത്വ ബില്ല് അറബിക്കടലിൽ ന്യൂനപക്ഷ ജനങ്ങളെയാകെ, ന്യൂനപക്ഷ ജനങ്ങളെയാകെ ഒറ്റപ്പെടുത്തി ജയിലിലടക്കാൻ, ഒറ്റപ്പെടുത്തി ജയിലിലടക്കാൻ സംഘപരിവാർ നോക്കുന്നു, സംഘപരിവാർ നോക്കുന്നു. പ്രതിഷേധിക്കുക, 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 പ്രതിഷേധിക്കുക. പൗരത്വ ബില്ല് അറബിക്കടലിൽ, പൗരത്വ ബില്ല് അറബിക്കടലിൽ. ഇന്ത്യക്കുണ്ടൊരു ഭരണഘടന, ഇന്ത്യക്കുണ്ടൊരു ഭരണഘടന. മതേതരത്വം തിളങ്ങി നിൽക്കും, മതേതരത്വം തിളങ്ങി നിൽക്കും. ഭരണഘടനയെ ഇല്ലാതാക്കാൻ, ഭരണഘടനയെ ഇല്ലാതാക്കാൻ ഇല്ല, ഇല്ല, അനുവദിക്കില്ല, ഇല്ല, ഇല്ല, അനുവദിക്കില്ല. ഇൻകുലാബ് സിന്ദാബാദ്. ജനാധിപത്യ വിശ്വാസികളെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനതയെ ഭിന്നിപ്പിക്കാൻ നിയമം CAA ഇന്ത്യയുടെ മണ്ണിൽ നടക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നേതൃത്വത്തിൽ അങ്കോട്ടി നഗര വീഥികളിലെ പ്രകമ്പനം കൊണ്ടുവച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി മലപ്പുറം പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥിയായി മത്സരിക്കുന്ന സഖാവ് വി വസീഫ കേരള രാഷ്ട്രീയത്തിലേക്ക് ബേപ്പൂരിന്റെ സംഭാവന. സഖാവ് PA മുഹമ്മദ് റിയാസ് 3 സഖാക്കൾ നയിക്കുന്ന പ്രൗഢോജ്വലമായ പൗരത്വ ബിൽ അറബിക്കടലിലേക്ക് വലിച്ചെറിയണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് LDYFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രൗഢോജ്വലമായ നൈറ്റ് മാർച്ചാണ് പ്രിയമുള്ളവരെ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെയായി കടന്നു വരുന്നത്. ഉറുക്കിൽ പനിയനും കള്ളിമുണ്ടും കോട്ടും കൂട്ടും സൂട്ടുമിട്ട വെള്ളക്കാരൻ സായിപ്പിലെ കോട്ടപ്പടിയുടെ മൈതാനത്ത് വളർത്തിയടിച്ചുകൊണ്ട് മഞ്ചേരിയിൽ വാരിക്കുന്തത്തിൽ ചേക്കുട്ടി പോലീസിന്റെ തലയെടുത്തു മാറ്റിയ വാരിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ആജിയുടെ വിപ്ലവ ഭൂമികയിലൂടെ, കുഞ്ഞാലിയുടെ, സെയ്താലിയുടെ, ഇമ്പിച്ചി ബാബയുടെ കർമ്മനിരമായ മണ്ണിലൂടെ മമ്പുറം സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെയും മമ്പുറം സയ്യിദ് അലബു തങ്ങളുടെയും വെളിയങ്കോട് ഉമർ കാളിയുടെയും മണ്ണിലൂടെ പൗരത്വ ബിൽ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ യുവതയുടെ മേൽവിലാസമായി മാറിയ ഡിവൈഎഫ്ഐയുടെ കരുതനായ സംസ്ഥാന അധ്യക്ഷൻ മലപ്പുറം പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി മത്സരിക്കുന്ന സഖാവ് വി വസീഫ നയിക്കുന്ന പൗരത്വ ബിൽ അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നൈറ്റ് മാർച്ചാണ് പ്രിയമുള്ളവരെ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെയായി കടന്നു വരുന്നത്. പൗരത്വ ബില്ല് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് വളർന്നതാണ് ഈ നാടെങ്കില് ഇവിടെ തന്നെ മരണം വരെയും ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിയും നെഹ്റുവും AKജിയും മമ്പുറം തങ്ങളും ആസാദും അബ്ദുൽ ഖാദറും അവരുടെ കീഴിൽ ലഗ്നങ്ങൾ, തോക്കുകൾ, ലാത്തികൾ വകവെക്കാതെ പിടഞ്ഞു വീണ ജന്മനാടിന്റെ ജ്വലിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭൂമികയിൽ അന്തിയുറങ്ങുന്നുണ്ടെങ്കിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് ഏറനാടിന്റെ തലസ്ഥാന ഭൂമികയിൽ നിന്ന് ഉദ്യോഗസ്ഥലമായി പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ പൗരത്വ ബില്ല് അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ മലപ്പുറം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി മലപ്പുറം പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി സഖാവ് വി വസീഫ നയിക്കുന്ന പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ,
വെള്ളക്കാരന്റെ കൊട്ടിനും വീട്ടിനും സായിപ്പിന്റെ തലയൊട്ടിക്കും പുല്ലുവില കൽപ്പിച്ച് ഏറനാടിന്റെ തലസ്ഥാന നഗരിയിലൂടെ മലപ്പുറം പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥിയായി മത്സരിക്കുന്ന സഖാവ് വി വസീഫ, കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഖാവ് PA മുഹമ്മദ് റിയാസ്, ഒരു യുവതയുടെ കേരളത്തിന്റെ മേൽവിലാസമായി മാറിയ കടന്നു വരുന്നത്. ഹലോ, ആ പിറകിൽ നിൽക്കുന്ന സഖാക്കൾ മുന്നിലേക്ക് വരണം. അവിടെ കൂടി നിൽക്കരുത്. പിറകിൽ നിൽക്കുന്ന മുഴുവൻ ആളും മുന്നിലേക്ക് വരണം. റോഡിൽ കൂടി നിൽക്കുന്നവർ ഇങ്ങോട്ട് വരണം. നമ്മുടെ പരിപാടിയിൽ വന്ന മുഴുവൻ ആ റോഡിൽ കൂടി നിൽക്കുന്ന ആളുകൾ മുന്നോട്ടേക്ക് വരണം. നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകരും റോഡിൽ നിന്ന് മാറി ഈ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറി വരണം. റോഡിനകത്ത് ബ്ലോക്ക് ഉണ്ടാക്കി ഒരു പ്രവർത്തകരും നിൽക്കരുത്. മുഴുവൻ ആളുകളും റോഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറി വരണം. റോഡിലെ ബ്ലോക്ക് ഒഴിവാക്കി കൊടുക്കണം. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ ആവേശോജ്വലമായ പ്രതിരോധമാണ് ഇവിടെ ഈ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നത്. ഈ നൈറ്റ് മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ സഖാവ് PA മുഹമ്മദ് റിയാസ് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവര്, നേരെ വിഷയത്തിലേക്ക് കിടക്കാൻ നമുക്ക് സമയം കുറവാണ്. നമ്മുടെ മലപ്പുറത്തെ സ്ഥാനാർത്ഥി ഇവിടെ സംസാരിക്കാനുമുണ്ട്. പൗരത്വ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ അഖണ്ഡതയെ തകർക്കുന്നതാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഫെഡറൽ സംവിധാന തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് പൗരത്വ നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഇതിനെതിരെ നമ്മുടെ രാജ്യത്ത് ഉയർന്ന പ്രതിഷേധങ്ങൾ ഇതിനകം തന്നെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. ലോകത്തെ പല സംഘടനകളും പല രാജ്യങ്ങളും ഇതിൽ വിയോജിപ്പ് ഇന്ത്യ ഗവൺമെന്റിനെ അറിയിച്ചു കഴിഞ്ഞു. ഇതിന് തുടക്കം കുറിച്ചതും നമ്മുടെ കേരളത്തിലാണ്. ഇത് തുടക്കത്തിൽ നിയമമായി വരാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടന്നപ്പോൾ ഇന്ത്യയിൽ ഒരേ ഒരു നിയമസഭയിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്,
നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കുന്നതാണ്. ഈ സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ഒരു പ്രമേയം അവതരിച്ച് ഉറക്കെ പ്രഖ്യാപിച്ചു. അത് ആ മനുഷ്യന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമായിരുന്നില്ല, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാടായിരുന്നു. ആ മനുഷ്യനൊരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പേര് സഖാവ് പിണറായി വിജയനാണെന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ലോകശ്രദ്ധ ആകർഷിച്ച ഇടപെടലാണ്. ഇന്ത്യയിൽ പിന്നെ നടന്ന നിരവധി പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങളിലൊക്കെ തന്നെ കേരളം എടുത്ത ഈ നിലപാടിനെ എല്ലാവരും ഒരുപോലെ ആ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഉശിരൻ മുദ്രാവാക്യമായി മാറ്റി. യുവജന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായപ്പോഴൊക്കെ തന്നെ കേരളം ഉയർത്തിയ പ്രക്ഷോഭം നമ്മൾ കണ്ടതാണ്. ഇന്നും കേരളം ആ പ്രക്ഷോഭം ഉയർത്തുന്നു. ഇന്നലെ ഏറെക്കുറെ ഈ നേരത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ പൈതൃകമുള്ള കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പ്രഖ്യാപിച്ചു, കേരളത്തിന്റെ മണ്ണിൽ ഈ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല. ആ പ്രഖ്യാപനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയത്. ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF. ഒരു സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ചോദ്യം BJP നേതാക്കന്മാർ ഉയർത്തും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും UDF നേതാക്കന്മാരും ഇത് ഉയർത്തുന്നത് അപഹാസ്യമല്ലേ? സംസ്ഥാന സർക്കാരിന് ഫെഡറൽ സംവിധാന തത്വങ്ങൾ ലംഘിക്കുന്ന ഏത് നിലപാടിനെയും ചോദ്യം ചെയ്യാം, നിലപാട് സ്വീകരിക്കും. അതിന്റെ നിയമവശത്തേക്കൊന്നും ഞാനിപ്പോ സമയക്കുറവ് മൂലം കിടക്കുന്നില്ല. ഇങ്ങനെ ഒരു നിലപാടല്ലേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചു? കേരളത്തിന്റെ ഈ ധീരോത്തമായ നിലപാടിൽ പ്രചോദിതരായി തമിഴ്നാട് ഗവൺമെന്റ് മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ പ്രഖ്യാപിച്ചു, തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല. എന്താണ് സ്റ്റാലിന്റെ ഈ നിലപാടിനെ കുറിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം? അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ നിലപാടിനെ പിന്തുണച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും UDF നേതാക്കന്മാർക്കും തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് കേരളത്തെ മാതൃകയായി കണ്ടുകൊണ്ട് പ്രഖ്യാപനം നടത്തിയതിനെ കുറിച്ച് എന്താണ് നിലപാട്? അതിനെ പിന്തുണക്കുന്നുണ്ടോ, അതിനെ എതിർക്കുന്നുണ്ടോ? അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ കോൺഗ്രസിനെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ എതിർക്കുന്നു എന്നുള്ളതാണ് സാരം. അതിനെ പിന്തുണക്കുന്നുണ്ടെങ്കിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏതൊരു ഭരണാധികാരിക്കും ആവേശമാകുന്ന നിലപാട് സ്വീകരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ പ്രസ്താവനയെ പിന്തുണക്കുന്നു എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കേണ്ട കാര്യം. അപ്പോ ഇരട്ടത്താപ്പാണ്. UDFന് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണ്. ഈ വിഷയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDFനും മുസ്ലിം ലീഗിനും ഓരോ പഞ്ചായത്തിലും അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് അവരുടെ സാഹചര്യം നോക്കി, ആ പഞ്ചായത്തിന്റെ സാഹചര്യം നോക്കിയാണ് നിലപാട്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നു. ഇപ്പൊ നമ്മൾ നൈറ്റ് മാർച്ച് നടത്തുന്നു. കേരളത്തിലെ UDFന്റെ സ്ഥാനാർത്ഥികൾ പലരും സിറ്റിംഗ് MP-മാരാണ്. അവരും നൈറ്റ് മാർച്ച് നടത്തുന്നുണ്ട്. പൗരത്വ നിയമ പ്രശ്നം വന്നതിന് ശേഷം നിരവധി നൈറ്റുകൾ കഴിഞ്ഞു, ഒരുപാട് രാത്രികൾ കഴിഞ്ഞു. രാത്രി പോയിട്ട് പാർലമെന്റിൽ പകൽ സമയത്ത് പോലും ഈ നിയമത്തിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാകാത്ത UDFന്റെ MP-മാരാണ് ഇപ്പോ തെരുവിൽ നൈറ്റ് മാർച്ച് എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. ആരോഗ്യത്തിന് നല്ലതാണ്, അത്യാവശ്യം തടി കുറയാനൊക്കെ രാത്രി നടക്കുന്ന നല്ലതാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ പ്രബുദ്ധരാണ്. ഇവിടെ BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം നിന്നുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ പ്രഖ്യാപിച്ച എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഈ പ്രക്ഷോഭത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അത് അതിശക്തമായി കേരളം അതിനെ എതിർക്കുമ്പോഴും അതിനെ അള്ളുവെക്കുന്ന പണിയാണ് ഇവിടെയുള്ളവർ സ്വീകരിച്ചത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിനെതിരെ ശബ്ദിക്കുന്നവരാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ വരേണ്ടത്. ഇവിടെ കേന്ദ്രമന്ത്രിയായ ഒരു വ്യക്തി നേരത്തെ പറഞ്ഞു, പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്യുന്നവരെ വെടിവെച്ച് വീഴ്ത്തണം. അവരോട് ഒന്നേ പറയാനുള്ളൂ, മലപ്പുറത്ത് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് വസീഫ് ഉൾപ്പെടെ നിങ്ങൾ എങ്ങനെ വെടിവെച്ചാലും അവസാന ശ്വാസം വരെ ഇതിനെതിരെ പോരാടാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപനം നടത്തുന്നവരാണ്. അങ്ങനെയുള്ളവരെയാണ് പാർലമെന്റിൽ വേണ്ടത്. അല്ലാതെ തെരഞ്ഞെടുപ്പിന് മാത്രം പന്തം പിടിച്ച് രാത്രി നടക്കുന്നവരെയല്ല. ഇത്തരം നിയമങ്ങൾക്കെതിരെ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കുന്ന നിലപാടുകൾക്കെതിരെ ശബ്ദിക്കാൻ പറ്റുന്നവരാണ് ഇന്ത്യൻ പാർലമെന്റിൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ 2004 നാം കണ്ടതാണ്. ഇടതുപക്ഷത്തിന്റെ അംഗബലം കേരളത്തിൽ ശക്തമായാലേ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ തുടരാതിരിക്കാനും
BJP ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കാനും സാധിക്കുന്നു എന്ന് ഈ കേരളം ചിന്തിച്ചതും കേരളം തീരുമാനിച്ചതും. അന്ന് ഇടത് തരംഗത്തിൽ അത്ഭുതകരമായ വിജയം കൊയ്ത ഒരു മണ്ഡലമുണ്ട്. അതിന്റെ പേരിൽ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ, പ്രദേശങ്ങൾ വലിയ വ്യത്യാസമില്ല. ആ മണ്ഡലം ഈ കൊണ്ടോട്ടി ഉൾപ്പെടെ ഓർക്കുന്നു. ആ മണ്ഡലം മഞ്ചേരി മണ്ഡലമാണ്. 2004 മഞ്ചേരി 2024 മലപ്പുറത്ത് ആവർത്തിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത്. 2004 ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ചിലർ പരിഹസിച്ചു. എന്ത് വിവരക്കേടാണ് ഇവർ പറയുന്നത്, ഇവർക്ക് മറ്റ് ചികിത്സ നൽകണം. 2004 പരിഹാസത്തെ തട്ടിമാറ്റിയാണ് ഇടതുപക്ഷം വിജയിച്ചതെങ്കിൽ 2024 പരിഹസിക്കുന്നവർ എണ്ണിക്കൊള്ളൂ. ഈ മലപ്പുറത്ത് സഖാവ് വസീഫിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനം തയ്യാറാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാണുന്ന യുവജന സാഗരം എന്ന് സൂചിപ്പിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഉജ്ജ്വലമായ പ്രതിരോധം ഉയർത്താൻ നമുക്കിനിയും ഒരുമിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇതിന് തയ്യാറായി ഇവിടെ വന്ന എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുമായ സഖാവ് വസീഫ്, നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പ്രിയമുള്ള സഖാക്കളെ, നാട്ടുകാരെ, ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും കേരളത്തിന്റെ ബഹുമാന്യനായ മന്ത്രിയും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ കേരളം ഒറ്റക്കെട്ടായി ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് എതിരാണ് എന്ന്. ഈ രാജ്യത്ത് നരേന്ദ്രമോദിയും സംഘവും ഈ NRCയും CAAയും മാത്രമല്ല, ബീഫ് നിരോധനം തുടങ്ങി രാജ്യത്തെ വിഭജിക്കുന്ന ധ്രുവീകരണ രാഷ്ട്രീയവുമായി തുടർച്ചയായി വന്നു. നമ്മൾ കണ്ടത് മുത്തലാഖ്, NIAയുടെ പരിഷ്കരണം എല്ലാം ഉൾപ്പെടെ നമ്മൾ ഈ രാജ്യത്ത് ചർച്ച ചെയ്തതാ. ആ ഘട്ടങ്ങളിലെല്ലാം ഈ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി, ഈ രാജ്യത്തെ കരിനിയമങ്ങളിലൂടെ അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ സംഘപരിവാരം ശ്രമിച്ച വേളയിലെല്ലാം അടരാതെ പതറാതെ ഈ രാജ്യത്തിന് വേണ്ടി പോരടിച്ച മുന്നണിയുടെ പേര് ഇടതുപക്ഷം എന്നാണ്. ആ മുന്നണി തന്നെയാണ് ഈ കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഉറപ്പിച്ചു പറയുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നാടിനോട് പറഞ്ഞത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്തു നിർത്തും എന്ന് തന്നെയാണ്. ഡിവൈഎഫ്ഐക്കും ഇടതുപക്ഷ യുവജന മുന്നണിക്കും ഒന്നേ പറയാനുള്ളൂ, ഈ നാടിനോടൊപ്പം ഈ മുഖ്യമന്ത്രിയോടൊപ്പം ഞങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ വെടിവെച്ചാലും നിങ്ങൾ അടിച്ചമർത്താൻ നോക്കിയാലും ഞങ്ങൾ ഈ നാടിനെ സംരക്ഷിച്ച പ്രതിരോധ കോട്ട തീർക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ അണിനിരന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ലാൽ സലാം.